ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവോ 125 BS6 മോഡൽ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ജോക്കോളിൽ പറയുന്നത് ജനറൽ സർവീസ് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞണം, ബ്രേക്ക് ചെക്കപ്പ്, അതേപോലെ മിറർ ലൂസായി കിടക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ അത് പിടിപ്പിക്കുന്നേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്, ലൈനർ ഉപയോഗിക്കാനും ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. അതേപോലെ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്ത്, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയർ ഓയിൽ ചെക്ക് ചെയ്തു, നല്ല ഓയിലാണ് കേട്ടോ. ബാക്കിലത്തെ ടയർ പുതിയ ടയർ അടക്കണേ, ഹബിനായാലും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ലൈനർ ഒറിഞ്ഞിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ പുതിയ ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ളൂ. അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഗ്രീസിങ്ങിനായിട്ട് അയച്ചിട്ടുണ്ട്. CVT ക്ലച്ചാണ്, മാനുവലായിട്ട് തന്നെ നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ട ഒരു പാർട്ടാണ്, അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ്. അപ്പോൾ നിലവിൽ വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ക്ലച്ച് യൂണിറ്റാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോണ്ടല്ലോ, ബെൽറ്റ് ഈ ഭാഗമൊക്കെ നല്ല രീതിയിൽ പൊട്ടൽ വന്നിരിക്കുന്നുണ്ട്, ഈ സൈഡൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ബെൽറ്റ് മാറ്റിയിടാനാണ് ബെറ്റർ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലോങ് ഓട്ടോ ഉണ്ടോ, അതിൽ നല്ല രീതിയിലുള്ള ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബെൽറ്റ് ഇട്ട് ഓടിക്കരുത്. അടുത്ത സർവീസ് വരെ ചിലപ്പോൾ കിടന്നൊന്നും വരില്ല. അപ്പം നിസ്സാര ഓട്ടോ ഒക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഓടിക്കോളും. അതല്ല അത്യാവശ്യം നല്ല ഓട്ടോ ഉണ്ടെങ്കിൽ മാറ്റി കളയാനാണ് ഏറ്റവും ബെറ്റർ. എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ്സ് പൊട്ടൽ കാണിച്ചു തുടങ്ങി കഴിഞ്ഞാൽ കയ്യോടെ മാറ്റി കളയാനാണ് ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ ബെൽറ്റ് പൊട്ടി വഴി പെട്ട് പോയി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ നമുക്ക് സാമ്പത്തിക ചിലവ് തന്നെ വരും. ഇപ്പോൾ നിലവിൽ നമുക്ക് സർവീസിൻ്റെ കൂട്ടത്തിലാകുമ്പോൾ ബെൽറ്റിൻ്റെ എമൗണ്ടാണ് അഡീഷണലായിട്ട് വരുള്ളൂ. അപ്പോൾ അത് ചെയ്ത് പോകണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. പിന്നെ അതേപോലെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത്, വേറെ ലീക്കേജ് ഒന്നുമില്ല. ആക്സിലേറ്റർ കേബിളൊക്കെ ചെക്ക് ചെയ്തു, നല്ല കേബിളാണ്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്, നല്ല അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ബ്രാക്കറ്റിൽ ചെറിയ ടൈറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. അതേപോലെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കോൺസെപ്റ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. ഫ്രണ്ട് ഫോർക്കിൻ്റെ വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്തു, ആക്ഷനൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല കേട്ടോ. പിന്നെ ബാറ്ററി നമുക്ക് ഇതുമ്പോൾ ഇരിക്കുന്നത് ടാറ്റയുടെ ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്തു. വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.9 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം 8.7 കൊണ്ടുണ്ട്. അപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഉപയോഗിക്കുന്നതിന്. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗും പുതിയ തന്നെ കിടക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ കളറിൽ കാര്യമായിട്ട് വേരിയേഷനൊന്നുമില്ല. ഇത് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ 100% നമുക്ക് കളർ നോക്കിയിട്ട് എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ടോയെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് മോശം ഓയിലാണെങ്കിൽ മാത്രമാണ് നമുക്ക് കളർ നല്ല രീതിയിൽ ബ്ലാക്ക് ആവുള്ളൂ. ക്ലിയറായിട്ട് കറക്റ്റ് സർവീസിൽ 3000 കിലോമീറ്റർ കൂടുമ്പോൾ ചെയ്തു പോകുന്ന വണ്ടിയാണെങ്കിൽ കളർ ചേഞ്ച് കാര്യമായിട്ട് വരില്ല. എപ്പോഴും വണ്ടിയുടെ ഓയിൽ ചേഞ്ച് നിർബന്ധമായിട്ടും കിലോമീറ്റർ ചെക്ക് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു പോകേണ്ട കേട്ടോ. ഏകദേശം 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൈയോടെ അത് മാറ്റിക്കളയാം. ഇനി അതല്ലെങ്കിൽ കൈയോടെ ഓയിൽ മാറ്റിയതിന് ശേഷം ഈ കിലോമീറ്റർ നോട്ട് ചെയ്ത് വെച്ച് ഇനി അങ്ങോട്ടേക്ക് കൗണ്ട് ചെയ്യണമായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ വണ്ടി ഈ സൈഡൊക്കെ ഒന്ന് മറിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഒന്ന് ചിളങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു നല്ല ഗ്യാപ്പൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഇത് വരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ സൈഡൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എസ്റ്റിമേറ്റ് ഞാൻ ബെൽറ്റ് അടക്കം ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ.